Thank you very much. ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. A very warm good evening to all of you. Thanks to Amma Association, Indian Radiology and Imaging Association and Swasti Foundation ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ഇങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നതിൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ക്യാൻസർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു ഡെക്കേഡ്സ് ആയിട്ട് നമ്മുടെയൊക്കെ ലൈഫിൽ ഏറ്റവും കോമൺ ആയി വന്ന് ഭവിച്ച ഒരു വാക്കായി മാറി. അപ്പൊ അത് മെഡിക്കൽ ഫെസിലിറ്റീസിനോടുള്ള ആക്സസ് കൂടിയത് കൊണ്ടാണോ അതോ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വന്നത് കൊണ്ടാണോ എന്ന് എനിക്ക് ഇപ്പോഴും കൃത്യമായിട്ട് അറിയില്ല. അതൊക്കെ വിശദമായിട്ട് പറയാൻ അറിയുന്ന ഡിഗ്നിറ്ററീസ് നമ്മുടെ കൂടെയുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്കൊരു കോമൺ മാന്റെ പെർസ്പെക്റ്റീവിലാണ് പറയാൻ പറ്റുക. എന്നെ സംബന്ധിച്ച് എന്റെ ലൈഫിൽ ഞാൻ ക്ലോസ് ക്വാർട്ടേഴ്സിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ക്യാൻസറിന്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അടുത്തുണ്ടായിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്റെ പേരൻസിന് 2 പേർക്കും ക്യാൻസർ വന്നതാണ്. അമ്മ ബ്രസ്റ്റ് ക്യാൻസർ സർവൈവ് ചെയ്ത് ചാമ്പ്യനായിട്ട് ഇപ്പൊ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അച്ഛൻ 2-3 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ക്യാൻസറിന്റെ ഒരു അറ്റാക്ക് വന്നിരുന്നു. 3rd ടൈം അച്ഛനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് ക്ലോസ് ക്വാർട്ടേഴ്സിൽ ഇതിന്റെ ഏറ്റക്കുറച്ചിലുകളും ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് പല ഘട്ടങ്ങളിൽ കണ്ടും കേട്ടും അനുഭവിച്ച് അറിഞ്ഞിട്ടുണ്ട് ഞാൻ. ഹലോ, വേറെ എന്തോ ഒരു നോയ്സ് അതിന്റെ ഇടയിൽ വന്നു തോന്നുന്നു. പക്ഷെ എനിക്ക് ഇതൊന്നേ പറയാനുള്ളൂ, ഇങ്ങനത്തെ ക്യാമ്പയിൻസ് ശരിക്കും നമുക്ക് നമ്മുടെ സൊസൈറ്റിക്ക് വളരെ വളരെ ഹെൽപ്ഫുൾ ആണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയയുടെയും മറ്റെല്ലാ ഒരു സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇൻഫർമേഷന്റെ ഒരു ഓവർലോഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ പലപ്പോഴും കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ നമ്മളെപ്പോഴും കൺഫ്യൂസ്ഡ് ആവുമല്ലോ. പിന്നെ ഇപ്പോ ഈ ഒക്ടോബർ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് ആണ് ഓഫ് കോഴ്സ്. അപ്പൊ സ്ത്രീകളെയാണ് കൂടുതൽ അത് ബന്ധപ്പെട്ടിരിക്കുന്നത്. സ്ത്രീകളിൽ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് എപ്പോഴും ഒരു ഇൻഹറന്റ് ടെൻഡൻസി ഉണ്ട്. അവനവന്റെ കാര്യം പിന്നിലേക്ക് പുഷ് ചെയ്ത് ഫാമിലിക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾ മുന്നിലേക്ക് വെക്കുന്ന ഒരു പ്രവണത സ്ത്രീകളുടെ ഉള്ളിൽ ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇങ്ങനെ എങ്ങാനും ഇത് കണ്ടുപിടിച്ചാൽ പിന്നീട് അത് ശാരീരികമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ ഒക്കെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ളൊരു പേടിയൊക്കെ ഒരുപാട് സ്ത്രീകൾക്ക് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുമുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഫിയറുകൾ, ഒരുപാട് ഭയങ്ങളെ മാറ്റാനായിട്ട് ഇത്തരം ക്യാമ്പയിനുകൾ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ തന്നെ പേഴ്സണലി പല മീഡിയ ഹൗസസുമായിട്ടും പല ഹോസ്പിറ്റൽസ് ആയിട്ടും പല അസോസിയേഷൻസ് ആയിട്ടും ഒക്കെ ഇങ്ങനെ ഒരു ക്യാൻസർ അവയർനെസ് ക്യാമ്പയിൻസിൽ പങ്കെടുത്തിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒരു ഗുണം നമ്മുടെ സമൂഹത്തിൽ എത്രമാത്രം ഉണ്ട് എന്നുള്ളതിന് ഞാൻ നേരിട്ട് സാക്ഷിയായിട്ടുണ്ട്. ഈ ഒരു ക്യാമ്പയിൻ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയി തീരട്ടെ എന്നും ഒരുപാട് പേർക്ക് അവരുടെ ജീവിതത്തിൽ എവിടെയോ ഒളിച്ചിരിക്കുന്ന ഭയം ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ, ഇത് കണ്ടുപിടിച്ചാൽ തന്നെ ഏർലി ഡിറ്റക്ഷൻ ഇതിൽ എത്രയോ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എത്ര നേരത്തെ കണ്ടുപിടിക്കുന്നോ അത്രയും എളുപ്പമാണ് ഇത് ചികിത്സിച്ച് മാറ്റാൻ. ഇനി അഥവാ ചെക്ക് ചെയ്യുമ്പോൾ ഇല്ല എന്നറിഞ്ഞാൽ അതും സമാധാനമാണല്ലോ. സോ എങ്ങനെ നോക്കിയാലും ഇതൊരു ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമ്പയിൻ ഓർഗനൈസ് ചെയ്യുന്നതിന് ഒന്നും കൂടി അമ്മ അസോസിയേഷൻ, ഇന്ത്യൻ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് അസോസിയേഷൻ ആൻഡ് സ്വസ്തി ഫൗണ്ടേഷൻ എന്നിവർക്ക് മനസ്സ് നിറഞ്ഞ നന്ദി. ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ സ്നേഹത്തോടെ വെരി കൈൻഡ്ലി ഇൻവൈറ്റ് ചെയ്തത് കുക്കു ചേച്ചിയാണ്. താങ്ക് യു കുക്കു ചേച്ചി. I hope this campaign becomes a big success and ends up being helpful to lots and lots of women. Thank you. And I happily inaugurate this campaign.